യെസ്, കുറച്ച് ദിവസമായി, 2-3 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. നമ്മൾ ലോവർ ഷെഡിൽ പോസ്റ്റായിപ്പോയി. തമിഴ്നാട് തൂത്തുക്കുടിയല്ല, ആളംകുളം, തിരുനെൽവേലി ആളംകുളത്ത്. അവിടെ നിന്ന് ലോഡ് കിട്ടാൻ കുറച്ച് താമസമായിപ്പോയി. നമ്മൾ ഉദ്ദേശിച്ച നമുക്ക് എവിടെയായിരുന്നു, അമ്പാസമുദ്രം ലോഡ് ഇറക്കിയിട്ട് അവിടെ 3 ദിവസം താമസം വന്നു ലോഡ് ഇറക്കാനായിട്ട്. അപ്പം പറഞ്ഞു വെച്ച ഓട്ടം നമ്മുടെ ക്യാൻസലായിപ്പോയി. പിന്നെ അവിടെ നിന്ന് ആളംകുളത്ത് വെയിറ്റ് ഷെഡിൽ ആദ്യമായിട്ട് അവിടെ വെയിറ്റ് ഷെഡിൽ കയറുന്നത്. അപ്പോൾ അവിടെ പോയി 3 ദിവസം അവിടെയും ലോഡ് കിട്ടാൻ താമസം എടുത്തു. പിന്നെ എനിക്കൊരാവശ്യമുള്ളതുകൊണ്ട്, എനിക്ക് നാട്ടിലോട്ട് വരേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ വണ്ടി വിട്ടിട്ട് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ലുക്കോ വണ്ടി എടുത്ത് ലോഡ് കയറ്റിക്കൊണ്ട് വന്നത്. ഇപ്പം വണ്ടി ലോഡുണ്ട്. വണ്ടി ഇന്ന് വെളുപ്പിനെ ആയപ്പോഴത്തേക്ക് ലോഡും കയറ്റിക്കൊണ്ട് നാട്ടിൽ വന്നു. എടാ ഇത് വണ്ടി ലോഡ് എന്തായിരുന്നു? ചോക്കുപൊടി. യെസ്, ചോക്കുപൊടിയാണ്. അപ്പോൾ ഇന്നലെ വെളുപ്പിനെ 4 മണി 5 മണി ആയപ്പോഴത്തേക്ക് ഇവിടെ വന്നു നമ്മുടെ സാധാരണ വണ്ടി ഇടുന്ന ഏരിയയിൽ വണ്ടി കൊണ്ടുവന്നിട്ട്, വണ്ടി ഒരു 18 വീല് ടോറസ് വണ്ടി കൊണ്ടുവന്നിട്ട്, എന്നിട്ട് നാളെ വെളുപ്പിനെ തൊടുപുഴയിൽ നമുക്ക് ലോഡ് ഇറക്കേണ്ട തൊടുപുഴയില്ല. അപ്പം നാളെ വെളുപ്പിനെ 3 മണി ആകുമ്പോഴത്തേക്ക് കൊണ്ടെത്തിക്കാൻ അവർ പറഞ്ഞു. അപ്പം നൈറ്റ് ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങാം അല്ലേ? 8:30-9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങാം. ഇറങ്ങി കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് വിട്ടു പോകാം. പോയി ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്, 12-1 മണിയൊക്കെ ആയാലും എത്തിയാലും മതി, കുഴപ്പമില്ല. ഇപ്പോൾ 3 മണി ആകുമ്പോഴത്തേക്ക് ലോഡിങ്കാർ 3 മണി ആകുമ്പോഴത്തേക്ക് ഇറക്കിത്തരാമെന്ന് പറഞ്ഞു. അല്ല, ഇറക്കാൻ തുടങ്ങും, ചെല്ലാൻ പറഞ്ഞു. 3 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 4-5-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറക്കി തീരാം. തിരുവല്ല തിരുവല്ലായി. അവിടെ എത്ര മണിക്ക് ചെല്ലാനാ പറഞ്ഞത്? 3 മണിയാകുമ്പോഴോ? അവിടെ ഒരു 3:30-4 മണിയാകുമ്പോ പറഞ്ഞു. 2 മണിയാകുമ്പോ പുള്ളി വിളിക്കണോ പറഞ്ഞു. 2 മണിയാകുമ്പോഴേ വിളിക്കാൻ പറഞ്ഞോ? 2 മണിയാകുമ്പോ മറ്റേ ഇറക്ക ആൾക്കാരെ വിളിക്കാൻ പറഞ്ഞു. കാരണം അവര് പലരും സ്പിറ്റ് ആയിട്ട് ആളെ വിളിക്കുന്നത് ഈ ഇറക്കാനായിട്ട്. നമ്മുടെ വണ്ടി കൂടാതെ വേറൊരു വണ്ടിയുടെ ഉണ്ട്, വരുന്നുണ്ട്. സെയിം സാധനം തന്നെ. അത് തന്നെ കോയമ്പത്തൂർ അടുത്ത് അപ്പുറത്ത് വരുന്നത്, ആ ഭാഗത്ത് വരുന്ന വണ്ടിയാ. അപ്പൊ നമുക്ക് മുന്നേ ആ വണ്ടി വന്നു കഴിഞ്ഞാലോ? നമ്മൾ തന്നെ ഫസ്റ്റ് നമ്മളെ വണ്ടി ബസ് ഇറക്കുന്നത് അവരോട് പറഞ്ഞു. ഓക്കെ, പോകുന്ന വഴിക്ക് ബ്രിഡ്ജിലൊന്ന് കയറണം അല്ലേ? അങ്ങനെ പോവാം. അല്ലെങ്കിൽ കോട്ടയം പോയിട്ട് ഏറ്റുമാനൂർ കൂടി പോവാം. എന്റെ മിന്നലേ, മാനന്തവാടി കരയെ വന്നല്ലോ. എന്നെ ഒന്ന് പറഞ്ഞു വിടൂ, ബ്രേക്ക് KSRTC മിന്നൽ. ഏത് ഫാസ്റ്റ് പാസഞ്ചർ ആണെങ്കിലും മിന്നൽ വന്നാൽ മാറ്റി കൊടുക്കണമെന്നാ. എന്നാ ഒരു സേഫ്റ്റി വണ്ടിയാ പോകുന്നത്. മാറ്റേണ്ട കാര്യമില്ല, തന്നെ മാറിക്കോളല്ലോ. ഈ ബ്രേക്ക് ഔട്ടും ഈ സൗണ്ട് ആണെങ്കിൽ മാറിക്കോളല്ലോ. അതേപോലെ എനിക്ക് തോന്നുന്നു മറ്റേ പുതിയ വണ്ടി ഇറങ്ങിയില്ലടാ, ഒരു ടാറ്റയുടെ വണ്ടി ഇറങ്ങിയില്ലേ, ആ വണ്ടിയാണ് മിന്നലാക്കാൻ ഇവിടെ സേഫ്റ്റി ഒന്നുമില്ലടാ ഇതിന്. ഇത്രയും ലോങ് പോകുന്ന വണ്ടിക്കൊക്കെ നല്ല അടിപൊളി വണ്ടി ആക്കാനുള്ളതിന് അത് എന്നാ പോക്കാ. ലോങ് സർവീസ് പോകുന്ന വണ്ടിക്കൊക്കെ പന്ന ബസ് കൊടുത്തു. ഇവിടെ എല്ലാം ടാർ ചെയ്തിട്ടുണ്ടല്ലേ? ഇറങ്ങിയല്ല, അതുകൊണ്ട് റോഡ് മനസ്സിലാവുന്നില്ല. ഒന്നും കാണത്തില്ല, നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ആദ്യമായിട്ട് ആണ്. പിന്നെ ഇവിടെ ഒന്നും സാധനമെല്ലാം ഉണ്ട്, സാധനമൊക്കെ ഉണ്ട്, പക്ഷെ അതായത് കാണാൻ പറ്റും. അതായത് ബെന്യാമിനിങ് പോലെ അല്ലാതെ വേറെ പ്രയോജനമൊന്നും ഇല്ല. ഈ കടകളുടെ ഒക്കെ വെട്ടം പോയി കഴിഞ്ഞാൽ ഇല്ല. പിന്നെ കടയില്ലെങ്കിൽ ഒരു ഫുൾ ഇരുട്ട്, കൂറ്റാക്കൂടിട്ട്. പിന്നെ മറ്റേ കാട്ടിൽ കൂടെ വണ്ടി പോയതുപോലെ ഈ കടയിലേയും താണ്ടി ഇവിടത്തൊക്കെ വെട്ടോ. ഈ കടയിലെ അടി LED ബൾബ് കണ്ടോ? ഇതിലും ചെറിയ ബൾബ് സൈഡിലുണ്ട്. ആർക്കോ വേണ്ടി കത്തുവോ എന്തോ? ഇത്രയും എനിക്ക് അറിയാൻ മേലാണ്ടി ചോദിക്കുവോ? പിഴയെന്നും പറഞ്ഞ് കൊറേ പിടിച്ചിട്ടുണ്ട് കോടികള്. അതൊക്കെയല്ലേ അവർക്ക് അറിയത്തുള്ളൂ. അപ്പച്ചൻ പോവാണോ? അതോ എന്താ അവസ്ഥ?
കുറെ പറഞ്ഞാൽ അലച്ച് കയറി വരുന്നു. എന്തു കാണിച്ചവൻ? എന്ത് ചെയ്യാനാ? മാവേലിക്കര എന്തു പെട്ടു ആകത്തെ? ആ മാവേലിക്കര ആ റോഡില് അടിപൊളി അല്ലേ മോനെ? അല്ലാതെ എല്ലാ ഫുള്ള് ക്ലിയറാ, ഫുള്ള് ലൈറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് എന്തോ രസം കാണുമല്ലേ? ആ വഴി പോകാൻ കാണാൻ തന്നെ നല്ല രസമാണ്. ആ റോഡിനൊരു മുട്ടുസൂചി കിടന്നാ അറിയാൻ പറ്റും. അതുപോലെ ആ ലൈറ്റ് ആ ബൾബ് ഇതുപോലെ ഈ റോഡ് അതാ ആ സെയിം ലൈറ്റ് ഇവിടെ വരുവാണെങ്കിൽ നല്ല രസമാണ്. വണ്ടി ഓടിക്കാൻ തന്നെ രസമായിട്ട് വണ്ടി ഓടിച്ചു പോകും. റീടയർ ചെയ്തുകൊണ്ടാ ഇത്രയും ഭയങ്കരമായിട്ട് ഇത് ബ്ലാക്ക് നമുക്ക് തോന്നും, ഭയങ്കരമായിട്ട് ഇരുട്ട് നമുക്ക് തോന്നിക്കുന്നത്. ഞാൻ അതൊന്നും ആയി സെറ്റായി വരണം. വീതി കൂട്ടിയോടെ റോഡിന് വീതി കൂട്ടിയാണ് ചെയ്തിരിക്കുന്നത്. ആ കുറച്ച് സൈഡ് കയറ്റി പണിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഇനിയിപ്പോ നോക്കി, ഇനിയിപ്പോ മറ്റേ കേബിള് വാട്ടർ ഇനി കുഴി തുടങ്ങും. ഒരു സൈഡിൽ ഇത് കേബിളിന്റെ കുഴി, വാട്ടർ അതോറിറ്റിയുടെ കുഴി, എല്ലാം ഒരു സൈഡിൽ നിന്ന് ഇപ്പൊ കുഴി തുടങ്ങും. ഇൻഡിക്കേറ്റർ ഒക്കെ എങ്ങോട്ട് പോവാ? എന്റെ മോനെ, അതാ ഇതാ പറ്റാത്തത്. അതാ മോനെ, ഇത് വണ്ടിയാണോ? റബ്ബർ ഷീറ്റോ? റബ്ബറിന്റെ വേസ്റ്റ് ആണോ മോനെ? ഓ എന്റെ മോനെ, ഉറങ്ങി കിടക്കുന്നവരോട് എഴുന്നേറ്റ് കൂടുമല്ലോ. പക്ഷെ ഒരു കണക്കിന് രാത്രി ഇങ്ങനെ പോകുന്നത് നല്ലതാ. പകല് പോയി നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് നല്ലത്. രാത്രിയിലാണെങ്കിലേ ഉറങ്ങത്തില്ലല്ലോ ആരും. ഉറങ്ങുന്നവരും ഇപ്പൊ തന്നെ ആ ഒരു ക്ഷീണം പോയില്ലയോ? പെട്ടെന്ന് ഉണരും കണ്ടോ? ആ ഉറക്കത്തിന്റെ ലഹരി പെട്ടെന്ന് അങ്ങ് മാറും അത്. ഓ എന്നാലും ഭയങ്കരമാണ് കേട്ടോ. ഇതിന്റെ പുറകിന് ഇവരുടെ പുറകിന് ബൈക്കും കൊണ്ടൊക്കെ പോകുന്നവരെ സമ്മതിക്കണം. അയ്യോ പാടാ. എന്നാ അവര് പോയിട്ട് 5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പതുക്കെ പോകുന്ന വെച്ചാൽ അതൊന്നും നടക്കത്തില്ല. അല്ലല്ല, ഈ സാധനം അങ്ങോട്ട് തെറിക്കും. ഈ എന്റെ മോനെ, ബൈക്കാ ഉറങ്ങി പോണേ. അപ്പം നമുക്കിങ്ങനെ ബൈപ്പാസ് വഴി കയറി പോകാം അല്ലേ? ചങ്ങനാശ്ശേരി ബൈപ്പാസ് റോഡ് വരുന്നത് ABC ലോജിസ്റ്റിക്സ്. റൈറ്റ്. എനിക്ക് വണ്ടി പോട്ടെ. ഇവിടുത്തെ കത്തിച്ചല്ലോ ദഹിപ്പിച്ചൊരു മണമല്ലേ? ശ്മശാനം ഉണ്ടോ? അറിയത്തില്ല. അങ്ങനത്തെ ഒരു മണം എനിക്കും തോന്നി. ഇനി ആരെങ്കിലും അത്തറിന്റെ വല്ല മണം അടിച്ചു കഴിഞ്ഞാൽ പെരുത്തോ. വേസ്റ്റ് കൊണ്ട് തട്ടിയിരിക്കുന്നുണ്ടോ? ഇന്നലെ വീഡിയോ ഉണ്ട്. അതായത് വേസ്റ്റ് കൊണ്ടുപോകുന്ന വീഡിയോ ഇല്ലേ, ആ നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് പൈസയും കിട്ടും, 2000 രൂപ 1000 പൈസയും കിട്ടും. അവന് പറ്റി പാട്ടുകാരൻ NG ശ്രീകുമാർ വെള്ളത്തിലെങ്ങാണ്ട് അവരല്ല, അവന്റെ വീട്ടിലെ സെർവന്റ് അടുത്ത് അതും എന്താ പറഞ്ഞ ഇതാ എന്തോ മാങ്ങ അവിടെ കിടന്ന മാങ്ങയുടെ വേസ്റ്റോ മാങ്ങയുടെ പന്ന മാങ്ങയൊക്കെ എടുത്ത് ഇട്ടതാ. പുള്ളി പറയുന്ന മാങ്ങയാണെങ്കിൽ വെള്ളപ്പഴങ്ങാണ് വീടത്ത് മാങ്ങയ്ക്ക് വേണ്ടി 20,000 കളഞ്ഞത്. അല്ല ഈ വിളക്കാരെ തെറി വിളിച്ച് കൊന്നാണ് പുള്ളി. ഇത് പുള്ളി പറയാം വിഷയമില്ല, കുഴപ്പമില്ലത്. അയ്യോ, ആ സമയത്ത് അത് വീഡിയോ എടുത്ത് ഇട്ട് കൊടുത്തതേ. കറക്റ്റ് വീഡിയോ വന്നോളാ, സൂം ചെയ്ത്. പക്ഷെ ഈ വെള്ളത്തിലൊക്കെ ഈ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഇട്ടാലല്ലേ വിഷയമുള്ളൂ. മാങ്ങ ഒക്കെ ഇട്ടെന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ ഹൗസ് ബോട്ടിലൊക്കെ പോകുന്നവരെ ഹൗസ് ബോട്ടിംഗ് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഡീസലോ ഡീസൽ അടിച്ചല്ല വണ്ടി പോകുന്നേ. എടാ അതല്ല ഞാൻ പറഞ്ഞേ, ഈ ഹൗസ് ബോട്ട് ആൾക്കാർ ഫുഡൊക്കെ ഉണ്ടാക്കുമല്ലോ. ഫുഡ് ഉണ്ടാക്കിയിട്ട് ഈ ഫുഡ് മൊത്തം കളയുന്ന വെള്ളത്തിനകത്തോട്ടാ ഇടുന്നേ. അല്ല അതുകൂടി ഡീസൽ വലിയ വണ്ടി പോകുന്നേ. പക്ഷെ അത് ഫുഡ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഭക്ഷണ സാധനങ്ങളൊന്നും വെള്ളത്തിൽ ഇടുന്നതിന് കുഴപ്പമില്ല. അത് മീൻ കഴിക്കുമല്ലോ.
മറ്റേ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഇട്ടാലാ വിഷയമാവുന്നേ. അപ്പൊ ഈ മാങ്ങ കിട്ടുമ്പോൾ എന്തോ കുഴപ്പമോ? പ്ലാസ്റ്റിക് കവർ മാലിന്യം അങ്ങനൊന്നും അല്ലല്ലോ ഇട്ടത്. ആർക്കറിയാം എന്തോ. ഞാനിത് ഇവിടെ കണ്ട, അതായത് പ്ലാസ്റ്റിക് എങ്ങാണ്ട് എനിക്കൊരു ആനുവൽ പ്ലാന്റില്ല തോന്നുന്നു. അനിമൽ പ്ലാന്റോ? അനിമൽ പ്ലാന്റ് ഒക്കെ ഇപ്പോഴും ഉണ്ടോ? ഞാൻ പണ്ട് കണ്ടത് പണ്ട് കണ്ടത് ഇപ്പൊ വെച്ച് കമ്പയർ ചെയ്യില്ല കേട്ടോ. പിന്നെ കുറെ ഉണ്ടാക്കത്തില്ല നീ. എന്തോ വണ്ടിയാ? കുട്ടി 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 ഇത് ചങ്ങനാശ്ശേരി കറുകച്ചാൽ വഴി കരുനാഗപ്പള്ളി കാഞ്ഞിരപ്പള്ളി. എന്താ കറുകച്ചാല് കരുനാഗപ്പള്ളി കാഞ്ഞിരപ്പള്ളി. ഓ കാഞ്ഞിരപ്പള്ളി കരുനാഗപ്പള്ളി കാഞ്ഞിരപ്പള്ളി വഴി മുണ്ടക്കയം വഴി കുട്ടിക്കാനം കുമളി പോകുന്ന റൂട്ടായത്. നമ്മളങ്ങനല്ല, നമ്മളിവിടെ തെങ്ങണേന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഒരൊറ്റ പോക്ക് പോകും. നമ്മളിവിടെ വളമായിട്ട് വന്ന് പറഞ്ഞുണ്ടോ, വെളുപ്പിന് 4 മണിക്ക് ഇവിടെ എത്തി, എന്നിട്ട് വൈകിട്ട് 6:30 ഇറക്കിട്ട് പോയത്. അത് ഇവിടെ അല്ലേ, ഇവിടെ കുരിശുമൂട്. ഇതിനകത്തെ എൻജിൻ ബ്രേക്ക് നീ എൻജിൻ ബ്രേക്ക് ഓൺ ആക്കിയിരിക്കുമോ? ഇപ്പൊ ഓഫാക്കി. അതല്ലാതെ മറ്റേ ലിവറിനകത്ത് എൻജിൻ ബ്രേക്ക് ഉണ്ട്. ഈ ലിവറിനകത്ത് എൻജിൻ ബ്രേക്ക് ഉണ്ട് ഇതിനകത്ത്. അതിനകത്ത് അല്ല, അത് മേപ്പോട്ടും താഴോട്ടും ഇത് മേപ്പോട്ടും താഴോട്ടും ആക്കുന്നത് എന്താ സംഭവം? എന്നാ ഇത് മേപ്പോട്ടും താഴോട്ടും ആക്കുന്ന എൻജിൻ ബ്രേക്ക് ഓൺ നോക്കോ? അതിനകത്ത് കുഴപ്പമുണ്ട്. ഉണ്ട് കണ്ട അതിനകത്ത്. പക്ഷെ ഇതിനകത്ത് ഇത് അഴിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇതിനകത്ത് എൻജിൻ ബ്രേക്കിന്റെ പടം കൊടുത്തിട്ടുണ്ട്. കാരണം അവൻ വണ്ടിക്കകത്ത് കയറിയിട്ട് എൻജിൻ ബ്രേക്ക് ഇതാന്ന് പറഞ്ഞ് അവന് പിടിച്ച് അങ്ങോട്ട് ഇട്ട് തിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലടാ ഈ സാധനമാണ് എൻജിൻ ബ്രേക്ക്. അപ്പൊ അവന് എടുത്ത് ഊരി നോക്കിയപ്പോ അതിനകത്ത് അതിന്റെ പടം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഈ സ്വിച്ചിനകത്താണ് മെയിനായിട്ട് ഉള്ളതെന്ന് തോന്നുന്നു. ഇത് പിടിച്ചിട്ട് നമുക്കിട്ട് ആവുന്നില്ല. എവിടെയാണോ വേബ്രിഡ്ജ്? കല്ല് കുറെ വണ്ടി എടുത്തു. തൊടുപുഴ എത്തി. തൊടുപുഴ ഉള്ള വേബ്രിഡ്ജ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ലോഡ് ഇറക്കേണ്ട ലൊക്കേഷൻ ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ കൂടെ. സമയം 1 മണി കഴിഞ്ഞു. വാ
ഓടിക്കല്ലേ നേരെ ഇറങ്ങുവോ? ഓടിക്കാൻ പറയാം. ആ ഓടി ഓടിച്ചോ ഫുൾ ഓടിച്ചോ ഓടി വാ. പോട്ടെ ആ നിക്കട്ടെ. നമ്മൾ വെളുപ്പിനെ ഒരു 2:30 ആയപ്പോഴത്തേക്ക് ഇവിടെ വന്നു. ഇനിയിപ്പോൾ ഇവിടെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് അവർ ഇറങ്ങി തുടങ്ങിയത്. അകത്ത് വണ്ടി കയറി. ഞറക്കുറ്റി ഈ ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് അടുത്ത് ഇറക്കാനുള്ള 10 കിലോ വണ്ടിയാണ് വന്ന് കിടക്കുന്നത്. എടാ ഇതെവിടെ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നേ? എവിടുന്നോ? കോയമ്പത്തൂരിൽ നിന്നൊക്കെ ഉണ്ട് ഇങ്ങോട്ടില്ലേ? ഉണ്ട് റൈഡർ പോകുന്നു. കോയമ്പത്തൂരിൽ നിന്നുണ്ടല്ലയോ? ചായ ആവട്ടെ. ഈ സെയിം ബോളിയാണ് അഞ്ചോളം വേണ്ടി മറ്റേ പുളിയന്നൂർ തേവർ തുണൈ. എടാ തിരിച്ച് നമുക്ക് ഈ വഴി പോകണോ? ഈ വഴി പോയാ എന്തോ ഒറ്റത്തോട്ടത്തിൽ പഠിച്ചത്. കോടാനുകൂടി പാമ്പുണ്ട് പുള്ളിക്ക്. അവിടെ ഇതേപോലെ അട്ട് പിടിപ്പിച്ച് സെറ്റ് ചെയ്യാനുള്ള കടയുണ്ട്. കോടിപ്പറമ്പിൽ ഒറ്റത്തോട്ടത്തിലെ ഫർണിച്ചറാണ്. അപ്പം പരസ്യമല്ല, നമുക്ക് പറയാത്. നിങ്ങൾക്ക് ഒറ്റത്തോട്ടത്തിൽ നിങ്ങൾക്ക് നല്ല ഫർണിച്ചർ കിട്ടണമെങ്കിൽ ഇവിടെ വരിക. ഒറ്റത്തോട്ടത്തിൽ അത് ഒരു തോട്ടത്തിൽ നിന്ന് മാത്രം സെറ്റ് ചെയ്ത് റെഡിയാക്കി ഒപ്പിച്ചെടുത്ത് അത് EMI ഓപ്ഷനോട് കൂടി കൊടുക്കുന്ന 0 ഇൻട്രസ്റ്റിൽ EMI ഓപ്ഷനോട് കൊടുക്കുന്ന ഒറ്റത്തോട്ടത്തിൽ ഫർണിച്ചർ. തൊട്ടിപ്പുറത്ത് കോടിപ്പറമ്പിൽ തോട്ടമുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വിലക്കുറവ് കിട്ടുമായിരിക്കും എന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അതിലും ബജാജ് തിളങ്ങി നിൽപ്പുണ്ട് 0 EMIക്ക്. അതുകൊണ്ടൊരു പൂച്ച റോഡ് സ്റ്റിക്കറായിട്ട് കിടക്കുന്നു. ഇല്ല, പൂച്ചെന്ന് പറയാനായിട്ടില്ല. ആ സ്ട്രക്ചർ വെച്ചിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അങ്ങ് പതിപ്പിച്ച് കളഞ്ഞ ക്ലിപ്പോ ആക്കി കളഞ്ഞു. അതൊന്നും അങ്ങോട്ട് പോയിനോ? ഞാൻ ചായ ആവുന്നേ ഉള്ളെന്ന് തോന്നുന്നു. തുടച്ചെല്ലാം തുടക്കുന്നതേ ഉള്ളൂ. അതാ മേപ്പോട്ട് ഈ നടക്കാൻ സാധനം എന്തോ മേപ്പോട്ട് കടയുണ്ടോ വേറെ? അത് 1 കിലോമീറ്റർ പോകണ്ടേ? തൊട്ടുമുള്ളോ? ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കി. എന്താ ഗൂഗിളിൽ പറ്റത്തില്ലേ? അങ്ങനെയാണോ? അല്ല കടയുടെ അല്ല, അവിടെ ഇതുപോലൊക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ ഏതെങ്കിലും കട കാണത്തില്ലേ? എല്ലാവരും രാവിലെ
പള്ളിയിൽ പോകാനുള്ള ദുബായ് സെറ്റപ്പ് നമുക്ക് കാണുന്നത്. എന്തോ സൈഡ് ദുബായ് ഞാനിപ്പോൾ നമ്മൾ എടുത്തില്ലേ, ആ നമ്മളിപ്പോൾ എന്താ പറഞ്ഞില്ലേ, ആ ഈ KL060 സൈഡിൽ മാത്രം വരും, ബാക്കി ഇങ്ങോട്ട്. ആ ആ ആ ആ ഓക്കെ ഓക്കെ. നമ്പർ ആ സെറ്റപ്പിൽ വണ്ടി പോയോ? വണ്ടി പോയി. ദുബായ് അല്ല, പക്ഷെ ആ സെറ്റപ്പിൽ കൊടുത്താ. പക്ഷെ അത് പെറ്റി കിട്ടുന്ന വകുപ്പാ. ശരിയാ, നേരെ അല്ലേ. അങ്ങനെ എല്ലാം പെറ്റിക്കുള്ള വകുപ്പ്. പെറ്റി വിഷയുള്ള കാലിലാണ്, വിഷയമുള്ള കാര്യമല്ല. വണ്ടി ഓടി പിടിക്കാൻ പറ്റുമോ? പറ്റിയല്ല. വണ്ടി റണ്ണിങ്ങിലാണ് കിണറ്റിലാണ് പണ്ട അറിയോ, ഫോട്ടോ എടുക്കും, ഇപ്പം റെഡിയില്ല.